ഉണ്ടാകുന്നത്. ഇപ്പോൾ എംപിമാരെ അറസ്റ്റ് ചെയ്ത് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. അതായത് അവർ അറസ്റ്റ് വരിച്ചിരിക്കുന്നു. നമുക്കറിയാം ഏകദേശം ഇപ്പോൾ ഒരു 40 മിനിറ്റിലേറെയായി ഇവിടെ പ്രതിഷേധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. അതായത് പാർലമെന്റ് ഇന്നിപ്പോൾ 2 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ലോക്സഭ രാജ്യസഭയും പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ വലിയ പ്രതിഷേധം ഉയർന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ ബസ്സുകളിലേക്ക് അവരെ കയറ്റിയിരിക്കുന്നു. അതായത് നേരത്തെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് 3 ബസ്സുകളാണ് ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടിരിക്കുന്നത്. എംപിമാർ, അതായത് സമാജ്വാദി പാർട്ടിയുടെ എംപിമാർ അടക്കമുള്ളവർ ഈ വാഹനത്തിനുള്ളിലേക്ക് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പ്രതിഷേധിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള അതായത് ഇവരെ തടഞ്ഞു വെക്കുക എന്നുള്ള ഒരു നിർദ്ദേശം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എംപിമാരെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതെന്നും വിലക്കുക എന്നുള്ള ഒരു നിർദ്ദേശവും കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരത്തിലാണ് വലിയൊരു ഈ പ്രതിഷേധത്തെ അടിച്ചമർത്തി ഉടൻ തന്നെ ഇവരെ വാഹനങ്ങളെ കയറ്റുന്നു. ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കുറച്ച് എംപിമാർ ഈ റോഡുകളിൽ കുത്തിയിരിക്കുന്നുണ്ട്. അതായത് ഈ റോഡുകളിൽ കുത്തിയിരുന്ന് തന്നെ ഇപ്പോൾ പ്രതിഷേധിക്കുന്നുണ്ട്. അവരെ ഓരോരുത്തരെയുമായിട്ട്, അതായത് നമ്മളിപ്പോൾ കാണുന്നത് എ റഹീം, അതുപോലെ ഹാരിസ് ബീരൻ അടക്കമുള്ള എംപിമാർ റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിക്കുന്നത്. പക്ഷേ അവരെ ഇവിടുന്ന് നീക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം വലിയ പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും അതിനെയൊക്കെയും അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള ആക്ഷേപം ഉയർന്നിരിക്കെ എംപിമാരെ ഇവിടെ ഇപ്പോൾ മുൻകൂട്ടി പ്രതിഷേധിച്ച എംപിമാരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകൾ പോലീസ് വാഹനങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. അവരെ അവിടെ നിന്ന് നീക്കുന്ന നടപടികളാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനിടെ ഇലക്ഷൻ കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ചയും നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസും കേന്ദ്രസേനയും ഒക്കെയാണ് നേരത്തെ ഈ പ്രതിഷേധിക്കുന്ന എംപിമാരെ അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നത്. ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ആ പ്രതിഷേധം തണുപ്പിക്കാനും അവസാനിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ ബസ്സിനകത്ത്, പോലീസ് വാഹനത്തിനകത്ത് കയറിയിട്ടും പ്രതിഷേധം തുടരുന്നതിന്റെ ദൃശ്യങ്ങളും കാണാം. രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റി അവിടെ നിന്ന് ആ പ്രതിഷേധം അത് ഒഴിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, പ്രധാനപ്പെട്ട നേതാക്കളെ എംപിമാരെയൊക്കെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റി പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധം അവിടെ അതേ രീതിയിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തുടരുകയാണോ, അതോ ഇപ്പോൾ മറ്റുള്ള ആളുകൾ കൂടി ഒഴിഞ്ഞു പോകാൻ തയ്യാറായിട്ടുണ്ടോ സജു? एक बात है, आप लोग चुनाव आयोग तक जाना चाहते थे, लेकिन आप लोगों को यही रोक दिया गया। क्या समझते हैं आप इस तरीके की चीजों को देखकर? അവരെ നീക്കുവാൻ വേണ്ടി പോലീസ് എത്തിയിരിക്കുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പോലീസും അർദ്ധസൈനിക വിഭാഗം കൂടി അവരെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അവരെ അവിടുന്ന് എഴുന്നേൽക്കണം, നിങ്ങൾ ഇവിടുന്ന് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശം നൽകി. പക്ഷേ അവർ മാറാൻ കൂട്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ളവർ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. സ്ഥിതി കൂടുതൽ രൂക്ഷമാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് മാറണം എന്നുള്ളൊരു നിർദ്ദേശം നൽകി കഴിഞ്ഞു. പക്ഷേ അത് അവർ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ വേണ്ടിയുള്ള ആ ശ്രമങ്ങൾ ആരംഭിച്ചു. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ, അതായത് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MPമാർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു. അതായത് അവരെയും അറസ്റ്റ് വരിച്ചിരിക്കുന്നു. അവരെയും വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചു. അവരെ ഓരോരുത്തരെയായിട്ട് ഈ റോഡിൽ നിന്നും അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. नहीं भाई साहब, फाइट चल रहा है आगे।